നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചൈനീസ് ക്ലബ്ബ് വിട്ട് ഓസ്കാർ മടങ്ങി വരികയാണ്. ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം മറ്റേതെങ്കിലും ഒരു ക്ലബ്ബിലേക്ക് ചേക്കേറും. അത് യൂറോപ്പിലേക്കാവുമോ, MLS ബ്രസീലിയൻ ലീഗിലേക്കാവുമോ എന്നുള്ളതൊക്കെ ആരാധകർ ഉറ്റുനോക്കിയാണ്. ബ്രസീലിയൻ ലീഗിലേക്ക് ഇമ്മീഡിയറ്റ്ലി ഇല്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. MLS കൂടുതൽ സാധ്യത. യൂറോപ്യൻ ഫുട്ബോളിലേക്ക് അദ്ദേഹം മടങ്ങി വന്നാൽ ആരാധകർക്ക് അത് വലിയ സന്തോഷമാകും. ഏതായാലും മുമ്പ് ചെൽസിയിൽ കളിച്ചിരുന്ന കാലത്ത് ഓസ്കാറിൻ്റെ കളി കൃത്യമായിട്ട് ഫോളോ ചെയ്തിരുന്ന ആരാധകരൊക്കെ ഒരു പക്ഷേ ചൈനയിലേക്ക് മാറിയപ്പോൾ ആദ്യം കുറച്ച് കളികളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടാകുമെന്നല്ലാതെ പിന്നെ അത്രയധികം പ്രാധാന്യത്തോടു കൂടി അത് കണ്ടിട്ടുണ്ടാവില്ല. ഓസ്കാർ ഇപ്പോഴും ഫോമിലാണോ? തിരികെ വന്നാൽ ഒരു വമ്പൻ ടീമിന് വേണ്ടി കളിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? ഇതൊക്കെ ആരാധകരുടെ മനസ്സിലുള്ള ചോദ്യമാണ്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഓസ്കാറിൻ്റെ 2024 പ്രകടനങ്ങൾ എങ്ങനെയാണ് എന്ന്. അതിൻ്റെ കണക്കിലേക്കൊന്ന് പോവുകയാണ്. 40 കളികളാണ് ഓസ്കാർ 2024 ഷാങ്ഹായ് പോർട്ടിന് വേണ്ടി കളിച്ചത്. അതിലദ്ദേഹം 16 ഗോളുകളും 27 അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയത് എന്ന് പറയുമ്പോൾ 43 ഗോൾ കോൺട്രിബ്യൂഷൻസ്, 40 ഗെയിമുകളിൽ നിന്ന് 43 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് ഓസ്കാർ നേടിയത്. അതായത് ആ പഴയ ഓസ്കാറിൻ്റെ ഫോം അതുപോലെയുണ്ട് എന്നർത്ഥം. ഓരോ 81 മിനിറ്റുകളിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിസിപ്പേഷൻ, ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. 191 കീ പാസുകൾ അദ്ദേഹം കൊടുത്തു. 35 ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. 27 ബോൾ റിക്കവറീസ് അദ്ദേഹം നടത്തി. ഏതായാലും sofascore.com അദ്ദേഹത്തിന് നൽകിയിരുന്ന ആവറേജ് റേറ്റിംഗ് എടുത്താൽ പോലും അത് 8-ന് മുകളിലാണ്, 8.37. സോ ചുരുക്കത്തിൽ ഓസ്കാർ ഇപ്പോഴും മിന്നും ഫോമിലാണ്. ഏത് ക്ലബിലേക്കായിരിക്കും അദ്ദേഹം ഇനി ചേക്കേറുക? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.